നമുക്ക് പാർട്ട് ബിയുടെ ക്വസ്റ്റ്യൻസ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ക്വസ്റ്റ്യൻ വായിച്ച് നോക്കിയിട്ട് ഏത് ഡാറ്റ സ്ട്രക്ചർ ആയിരിക്കും സ്യൂട്ടബിൾ എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതാണ് ഇതിൻ്റെ മെയിൻ ചലഞ്ച് എന്ന് പറഞ്ഞാൽ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഒരു ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് സിസ്റ്റം ഉണ്ട്. അവിടെ ഒരു പേഷ്യൻസിൻ്റെ ഒരു വെയിറ്റിംഗ് ലിസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇപ്പം പുതിയ പേഷ്യൻസ് വരുവാണെന്നുണ്ടെങ്കിൽ റിസപ്ഷനിലായിരിക്കും വരിക. എന്നിട്ട് അവരെ നമ്മൾ എന്ത് ചെയ്യും, അവരുടെ ലിസ്റ്റിനകത്ത് നമ്മൾ ആഡ് ചെയ്യും. ഏത് ഓർഡറിലാണ് വരുന്ന ഓർഡറാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. എന്നിട്ട് ആഫ്റ്റർ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തതിന് ശേഷം പേഷ്യൻറ്റിനെ നമ്മൾ എന്ത് ചെയ്യും, ബിഗിനിങ് ഓഫ് ദ ലിസ്റ്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, റിമൂവ് ചെയ്യുമെന്ന് പറഞ്ഞു. ഓക്കെ, ഇനി ഓരോ പേഷ്യൻ്റ് റെക്കോർഡിനകത്തും പേഷ്യൻറ്റിൻ്റെ ID, നെയിം ആൻഡ് ഏജ് ഇൻഫർമേഷൻസാണ് ഉള്ളത്. ഓക്കെ, ദെൻ ഈച്ച് റെക്കോർഡ് പോയിൻറ്റ്സ് ടു ദ നെക്സ്റ്റ് പേഷ്യൻ്റ് ഇൻ ദ വെയിറ്റിംഗ് ലിസ്റ്റ്. അപ്പോൾ ഇതെല്ലാം പറയുന്നത് എന്താണ്, ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ വേറൊരു പേഷ്യൻറ്റിലേക്ക് നമ്മൾ റെഫർ ചെയ്യുന്നുണ്ട്. അതൊക്കെ പറഞ്ഞ് ഓട്ടോമാറ്റിക്കലി അവിടെ വരുന്നത് എന്തായിരിക്കും, ഒരു ലിങ്ക്ഡ് സ്ട്രക്ചർ ആയിരിക്കും വരിക, അല്ലേ. ദെൻ ഐഡൻറ്റിഫൈ ദ ഡാറ്റ സ്ട്രക്ചർ യൂസ് ടു റെപ്രസെൻറ്റ് ദ വെയിറ്റിംഗ് ലിസ്റ്റ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് നമുക്ക് ഡാറ്റ സ്ട്രക്ചേഴ്സ് ലിങ്ക്ഡ് ലിസ്റ്റ് നമുക്ക് സ്റ്റാക്ക് യൂസിങ് ലിങ്ക്ഡ് ലിസ്റ്റും ക്യൂ യൂസിങ് ലിങ്ക് ലിസ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളതൊന്നും പഠിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് എഴുതുക. ഒരു നോർമൽ ലിങ്ക് ലിസ്റ്റിൻ്റെ പ്രോസസ്സാണ് ഇവിടെ എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഇൻഫർമേഷൻസ് പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയുള്ളത്, സ്റ്റുഡൻറ്റിൻ്റെ പേഷ്യൻറ്റിൻ്റെ ഇൻഫർമേഷൻസ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പേഷ്യൻറ്റിൻ്റെ ID, നെയിം, ഏജ്, ഇത്രയും ഡീറ്റെയിൽസ് അതിനകത്ത് വരാനുള്ളത്. അതേപോലെ തന്നെ ഓരോ പേഷ്യൻറ്റും എന്ത് ചെയ്യുന്നുണ്ട്, വേറൊരു പേഷ്യൻറ്റിലേക്ക് ലിങ്ക് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ വേറൊരു പേഷ്യൻറ്റിലേക്ക് റെഫർ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു, അല്ലേ. ഈച്ച് റെക്കോർഡ് പോയിൻറ്റ്സ് ടു ദ നെക്സ്റ്റ് പേഷ്യൻ്റ് ദ വെയിറ്റിംഗ് ലിസ്റ്റ്. അപ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യണം, നമ്മളൊരു ലിങ്ക് സെറ്റ് ചെയ്യണം. ആ ലിങ്ക് ഒരു നോഡിലേക്കാണ് റെഫർ ചെയ്യുന്നത്. ആ നോഡ് എന്താണ്, ഒരു സ്ട്രക്ചർ ടൈപ്പാണ്. അതായത് വേറൊരു പേഷ്യൻറ്റിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പോയിൻ്റ് ചെയ്യുന്നത്. അപ്പം ഇനി നമ്മൾ ചെയ്യേണ്ടത് ലിങ്ക് ലിസ്റ്റിൻ്റെ ഇൻസേർഷനാണ്. അറ്റ് ദി ബിഗിനിങ് വേണം നമ്മളതിനകത്ത് ആൻസർ ആയിട്ട് എഴുതാനേ. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റുഡൻറ്റിൻ്റെ സ്കോർ ഒരു ടീച്ചർ ട്രാക്ക് ചെയ്യുക ഒരു ഡിജിറ്റൽ ക്ലോക്ക് ബുക്ക് വെച്ചിട്ട്. ഓക്കെ, അതിന് നമ്മൾ ഒരു സിംഗിൾ ലിങ്ക് ലിസ്റ്റ് പോലെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓരോ ടെസ്റ്റ് കഴിയുമ്പോഴും കുട്ടിയുടെ സ്കോർ എന്ന് പറഞ്ഞാൽ എന്താ, 85, 90 or 72 ആയിരിക്കും. ഇനി ഒരു കുട്ടി സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ ഒരു കുട്ടി ഈ ഒരു ടെസ്റ്റ് മിസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആളുടെ സ്കോർ എന്തായിരിക്കും, 0 ആയിരിക്കും. ക്വസ്റ്റിന് പറഞ്ഞേക്കുന്നത് എന്താണ്, ഹൗ മെനി സ്റ്റുഡൻസ് ആക്ച്വലി ടുക്ക് ദ ടെസ്റ്റ്. എത്ര കുട്ടികൾ ടോട്ടലായിട്ട് ടെസ്റ്റ് കണ്ടക്ട് ചെയ്തു, അതായത് അറ്റംപ്റ്റ് ചെയ്തു. അതുപോലെ തന്നെ ദ ഹയസ്റ്റ് സ്കോർ അച്ചീവ്ഡ് ഇൻ ദ ക്ലാസ്. അപ്പോൾ ഇത് രണ്ട് നമ്മൾ ഒരു കുട്ടികളുടെ സ്കോറാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. അതിന് പർട്ടിക്കുലർ ഓർഡറൊന്നും സ്പെസിഫിക് ആയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ അവർ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്താണ്, ഇത് റെപ്രസെൻറ്റ് ചെയ്തേക്കുന്ന ഏത് വേയിലാണെന്ന്, സിംഗിളി ലിങ്ക് ലിസ്റ്റ് എന്ന്. അപ്പോൾ സ്പെസിഫിക് ആയിട്ട് അത് ഡാറ്റ സ്ട്രക്ചർ മെൻഷൻഡ് ആണ് നമ്മുടെ ക്വസ്റ്റിനകത്ത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഡാറ്റ സ്ട്രക്ചറിൻ്റെ ഡാറ്റ സ്ട്രക്ചറിനകത്ത് ലിങ്ക് ലിസ്റ്റ് റെപ്രസെൻറ്റേഷനിലേക്ക് പോകാം. അവിടെ നമ്മൾ നോക്കുന്നത് എന്താണ്, ഹൗ മെനി സ്റ്റുഡൻസ് ആക്ച്വലി ടുക്ക് ദ ടെസ്റ്റ്. അപ്പം എത്ര കുട്ടികൾ ടെസ്റ്റ് എടുത്തിട്ടുണ്ടെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, അല്ലേ. അപ്പോൾ ടെസ്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ സ്കോറിൻ്റെ വാല്യൂ, അല്ലെങ്കിൽ നമ്മുടെ ലിങ്ക് ലിസ്റ്റിനകത്തുള്ള നമ്മുടെ ഇപ്പോൾ നമ്മൾ PTR ആണ് എടുക്കുന്നതെങ്കിൽ PTRൻ്റെ നോഡ്, PTRൻ്റെ ഡേറ്റ, അല്ല ഒരു നോഡിൻ്റെ ഡേറ്റ, അതിൻ്റെ ഡേറ്റ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും, അല്ലേ. അല്ലെങ്കിൽ നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞുകൂടാ, നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും, അല്ലേ. അപ്പോൾ അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ കുട്ടി എന്താണ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെന്നാണ് മീനിങ്. അപ്പം എത്ര കുട്ടികൾ ടെസ്റ്റ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, അല്ലേ. അപ്പോൾ നമുക്ക് നേരെ ട്രാവേഴ്സ് ചെയ്യാം നമ്മുടെ ലിങ്ക് ലിസ്റ്റിനെ. അപ്പോൾ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഓരോ കുട്ടിയുടെ സ്കോറിനെ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഒന്ന്, എത്ര കുട്ടികൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെന്നത് കണ്ടുപിടിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ മാക്സിമം സ്കോറും കണ്ടുപിടിക്കുന്നുണ്ട്. രണ്ടായിട്ട് ചെയ്താൽ ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ട്രാവേഴ്സ് ചെയ്യുമ്പോഴേക്കും PTR നോട്ട് ഈക്വൽ ടു നൾ ആവുന്ന വരെയാണ് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഓരോ നോഡിൻ്റെയും സ്കോറാണ് നോക്കേണ്ടത്. നോട്ട് ഈക്വൽ ടു 0 ആണെന്നുണ്ടെങ്കിൽ കൗണ്ട് +1 ആക്കണം. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, രണ്ടാമത്തെ ഈ ഒരു സെഷൻ ചെയ്യുന്നത് എന്താണ്, മാക്സിമം വാല്യൂ കണ്ടുപിടിക്കുക. നമ്മൾ രണ്ട് അൽഗോരിതമായിട്ടാണ് ഇന്ന് പഠിച്ചത്. അപ്പോൾ ആദ്യം എന്ത് ചെയ്തു, നമ്മുടെ പോയിൻ്ററിൻ്റെ സ്കോറ് മാക്സിമം ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്തു. എന്നിട്ട് നമ്മൾ ഓരോ സ്കോറിനെ നമ്മൾ ആരുമായിട്ട് കമ്പയർ ചെയ്യും, മാക്സിമം ആയിട്ട് കമ്പയർ ചെയ്യും. ഇപ്പോൾ മാക്സിമം വാല്യൂവിനേക്കാളും കൂടുതലാണ് PTRൻ്റെ സ്കോർ എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, മാക്സിമം വാല്യൂ ആക്കി നമ്മൾ PTRൻ്റെ സ്കോർ മാറ്റും. ഓക്കെ, എന്നിട്ടും എന്ത് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ ഉറപ്പായിട്ട് ചെയ്യേണ്ടത് എന്താണ്, PTRൻ്റെ വാല്യൂ അപ്ഡേറ്റ് ചെയ്യണം. PTR = PTRൻ്റെ ലിങ്ക്. ഇനി നമ്മുടെ ആൻസേഴ്സ് 2 എണ്ണമാണുള്ളത്. കൗണ്ട് അല്ലെങ്കിൽ C ആണ് നമ്മൾ പ്രിൻറ്റ് ചെയ്തത്. കൗണ്ട് ഒരു വേരിയബിൾ സ്റ്റോർ ചെയ്തിട്ടുണ്ട്, മാക്സിമം വാല്യൂ ഒരു വേരിയബിൾ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു എയർപോർട്ടിൻ്റെ ഒരു ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ബാഗേജ് ഹാൻഡ്ലിംഗ് സിസ്റ്റം ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു കേസ് പറയുവാണ്. ഒരു കണ്ടിന്യൂസ് ലൂപ്പിംഗ് ഒരു ക്രോസൽ കൺവെയർ ബെൽറ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് 6 പീസസ് ഓഫ് ലഗേജസിനെ
ക്യാരി ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. എന്നിട്ട് വൺസ് ദ ഫൈനൽ സ്ലോട്ട് ഇസ് ചെക്ക്ഡ്, നമ്മുടെ ഫൈനൽ സ്ലോട്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മെക്കാനിക്കൽ ബെൽറ്റ് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി മൂവ് ടു ദ ഫസ്റ്റ് ലഗേജ് സ്ലോട്ട് ടു റിപ്പീറ്റ് ദ സ്കാൻ റൊട്ടേഷൻ. ഓക്കെ, അതായത് നമ്മൾ അവസാനത്തെ സ്ലോട്ട് എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് നേരെ എന്ത് ചെയ്യും, ആദ്യത്തെ സ്ലോട്ടിലേക്ക് നമുക്ക് മൂവ് ബാക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരുന്നത് എന്താണ്, ഏത് സ്ട്രക്ചറാണ് നമുക്ക് ഓർമ്മ വരുന്നത്, സർക്കുലർ ക്യൂ അല്ലേ. സ്ട്രക്ചറിൻ്റെ സൈസ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് 6 ആണെന്ന്. അപ്പം ഒരു ഫിക്സഡ് സൈസിനകത്ത് നമുക്ക് സർക്കുലർ മൂവ്മെൻ്റ് ഉള്ളത് ഏതാണ്, ഇതുവരെ നമ്മൾ പഠിച്ചതിനകത്ത് സർക്കുലർ ക്യൂ ആണ്. ഓക്കെ, സോ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഡേറ്റാ സ്ട്രക്ചർ എന്താണ്, സർക്കുലർ ക്യൂ ആണ്. ഐഡൻറ്റിഫൈ ദ ഡേറ്റാ സ്ട്രക്ചർ യൂസ് ടു ട്രാക്ക് ദിസ് ലേ ഔട്ട് ആൻഡ് റൈറ്റ് ദ ഇൻസേർട്ട്, അല്ലെങ്കിൽ നമ്മൾ NQ അല്ലെങ്കിൽ DQ ഓപ്പറേഷൻ ഫോർ ദിസ് സ്ട്രക്ചറിന് നമ്മൾ എഴുതാൻ പറഞ്ഞേക്കുക. അപ്പോൾ നോർമലി ഉള്ള സർക്കുലർ ക്യൂവിൻ്റെ NQയും പിന്നെ സർക്കുലർ ക്യൂവിൻ്റെ DQ ഓപ്പറേഷനും എഴുതി വയ്ക്കുക. അടുത്തതെന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു യൂണിവേഴ്സിറ്റി കമ്പ്യൂട്ടർ ലാബിൽ സിംഗിൾ ഷെയ്ഡായിട്ടുള്ളൊരു നെറ്റ്വർക്ക് പ്രിൻ്ററേ ഉള്ളൂ. അതായത് ഒരു പ്രിൻ്ററും ഒരുപാട് സിസ്റ്റംസും ഉണ്ട്. അത് പല സ്റ്റുഡൻസാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഒരു ക്യൂ സിസ്റ്റമാണ് അവിടെ വരുന്നതെങ്കിൽ അതിനകത്ത് നമ്മൾ പ്രിൻറ്റ് ജോബ്സ് എന്ന് പറഞ്ഞാൽ, അതായത് ഓരോ ആൾക്കാരും പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നതിൻ്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ടാണ്, FIFO ആണ്. ഓക്കെ, ദെൻ ഈച്ച് ജോബ് കണ്ടെയ്ൻസ് എ സ്റ്റുഡൻറ്റ് നെയിം. നീ ഓരോരുത്തരുടെ ഡേറ്റയ്ക്കകത്ത് നെയിമും നമ്പർ ഓഫ് പേജസും ഫയൽ നെയിമും കാണും. ഓക്കെ, ദെൻ നമുക്ക് അതിനകത്ത് കറക്റ്റായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട് എന്തുവാണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളത്. ഒരു NQ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ദെൻ ന്യൂ ജോബ് വരുവാണെങ്കിൽ പഴയതിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് DQ ഓപ്പറേഷനും ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. റൈറ്റ് ആൻ അൽഗോരിതം ടു പ്രിൻറ്റ് ദ ഓർഡർ ഓഫ് പ്രിൻറ്റിംഗ് ജോബ്സ്. അപ്പോൾ നമുക്ക് എന്തൊക്കെ ചെയ്യണം, NQ ചെയ്യണം, DQ ചെയ്യണം, പിന്നെ അതേപോലെ തന്നെ എന്താണ്, ജോബ്സിനെ നമ്മൾ പ്രിൻറ്റ് ചെയ്ത് കാണിക്കണം, പ്രിൻറ്റ് ജോബ്സിനെ നമ്മൾ പ്രിൻറ്റ് ചെയ്ത് കാണിക്കണം. അപ്പോൾ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ക്യൂവിനകത്തുള്ള എലമെൻസിനെ പ്രിൻറ്റ് ചെയ്യുന്നത്. എലമെൻസിനെ പ്രിൻറ്റ് ചെയ്യുന്നത് നമ്മളെപ്പോഴും ഇടുന്നതാണ് ഫ്രണ്ട് നിന്ന് റെയർ വരെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എലമെൻസിൻ്റെ സ്പാൻ ഉള്ളത് ഒരു നോർമൽ ക്യൂവിൽ അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഫ്രണ്ട് മുതൽ റെയർ വരെയുള്ള എലമെൻസിനെ നമ്മൾ എന്ത് ചെയ്യും, ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. ഓക്കെ, അപ്പോൾ അത്രയാണ് അതിനകത്ത് ആകെ ചെയ്യാനുള്ളത്, NQയും DQയും ഡിസ്പ്ലേ, ക്യൂവിൻ്റെ ഡിസ്പ്ലേ ഓപ്പറേഷനും. പിന്നെ ഒരു 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 സിമ്മേഴ്സിൻ്റെ ലാബ് ടൈം ഇൻ സെക്കൻഡ്സിൽ കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സിംഗിൾ ലിങ്ക്ഡ് സ്ട്രക്ചർ ഉണ്ടെന്ന് പറഞ്ഞു. ഇനി അതിനകത്ത് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദ സിമ്മർ pauses at the pole edge to rest, the lab slot records baseline marker value to 0. അപ്പോൾ ഒരാൾ പോസ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ബേസ് ലൈൻ വാല്യൂവിനെ എന്ത് ചെയ്യും, 0 ആക്കി മാറ്റും. ഓക്കെ, റൈറ്റ് ആൻ അൽഗോരിതം ഫോർ ദ വാച്ച് പ്രോസസ്സർ ടു കാൽക്കുലേറ്റ് ഹൗ മെനി ആക്റ്റീവ് ലാബ്സ് ദ സിമ്മർ ആക്റ്റീവ്ലി കംപ്ലീറ്റഡ്. ആക്റ്റീവ് ലാബ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, നോട്ട് 0 അല്ലാത്ത വാല്യൂസിനാണ്, ബേസ് വാല്യൂസ് നോൺ 0 അല്ലാത്തതിനാണ് എന്തെന്ന് പറയുന്നത്, ആക്റ്റീവായിട്ടുള്ള ലാബ് എന്ന് പറയുന്നത് അല്ലേ. പിന്നെ സ്ലോവസ്റ്റ് ലാബ് ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലോവസ്റ്റ് ലാബ് ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും പെട്ടെന്ന് തീർത്ത് എപ്പോഴാണെന്ന്, എന്ന് പറഞ്ഞാൽ നമ്മുടെ മാക്സിമം വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ലിസ്റ്റിനകത്ത് നമുക്ക് എന്ത് വേണം, നോൺ 0 ആയിട്ടുള്ള വാല്യൂസ് ഡിസ്പ്ലേ ചെയ്യണം, മാക്സിമം വാല്യൂ ഡിസ്പ്ലേ ചെയ്യണം. ഓക്കെ, അപ്പോൾ അത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് കൗണ്ടും ദെൻ PTRും. അതിനകത്ത് നമ്മൾ ലാബ് ടൈം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര്, ഇതിൽ നിങ്ങൾ PTRൻ്റെ ഡേറ്റ എന്ന് വിളിച്ചു കഴിഞ്ഞാലും ഒരു മാർക്ക് പോലും പോവില്ല. നമ്മൾ ലാബ് ടൈം ആണെന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഡേറ്റ വെച്ചിട്ട് ഈ ഒരു പേര് പറഞ്ഞേക്കുന്നത്. വേറെ സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ, നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ ഒരു സർക്കുലർ സ്റ്റോറേജ് റാക്ക് സിസ്റ്റമാണ് ഉള്ളതെന്ന് പറഞ്ഞത്. അതിനകത്ത് കുറച്ച് ഈ പൊട്ടി പോകുന്ന ഐറ്റത്തിനെയൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ദ റാക്ക് ഈസ് ഡിസൈൻ ടു മെയിൻറ്റെയിൻ ഫ്രഷ്നെസ് ബൈ ആഡിങ് new stock at the front end and removing older stocks from the same point, ensuring that the older items are sold first. Identify the appropriate. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതായത് നമ്മൾ ഒരു സർക്കുലിക് മാനറിലാണ് എന്ത് ചെയ്യുന്നത്, എലമെൻറ്റ്സ് എല്ലാം നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അതായത് ഒരെണ്ണത്തെ നമ്മൾ ആഡ് ചെയ്തു, എന്നിട്ട് നമ്മൾ വേറെ എന്ത് ഫ്രണ്ട് എൻഡോ അല്ലെങ്കിൽ റെയർ എൻഡ് വഴി നമ്മൾ ആഡ് ചെയ്യുവാണെങ്കിൽ ഫ്രണ്ട് വഴി നമ്മളത് എന്ത് ചെയ്യുവാണ്, റിമൂവ് ചെയ്യുക ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഓൾഡ് സ്റ്റോക്കിനെ റിന്യൂ ചെയ്യുന്നത് എന്താണ്, പഴയ പൊസിഷനിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പുതിയ സ്റ്റോക്കിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, അപ്ഡേറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഒരു സർക്കുലർ ക്യൂ സ്ട്രക്ചറായിരിക്കും നമ്മളിവിടെ ഫോളോ ചെയ്യുന്നത്. അടുത്തത് നോക്കിക്കേ, അപ്പം ആ സർക്കുലർ ക്യൂവിനകത്ത് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യേണ്ട NQ ആൻഡ് DQ ഓപ്പറേഷൻസ് ആണ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യേണ്ടത്. അടുത്തെന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു കണ്ടിന്യൂസ് മ്യൂസിക് പ്ലെയർ ആപ്പ് ഈസ് യൂസ്ഡ് ടു റിപ്പീറ്റ് ഓൾ മോഡിൽ വർക്ക് ചെയ്യണം. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 5 സോങ്സാണ് ഉള്ളത്. അത് 1, 2, 3, 4, 5 എന്നുള്ള ഓർഡറിലായിരിക്കും ആ സോങ്സ് പ്ലേ ചെയ്യുന്നത്. അപ്പോൾ 5th സോങ് ഫിനിഷ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഇത് ലൂപ്പ് ബാക്ക് ചെയ്യുന്ന എങ്ങോട്ടേക്കായിരിക്കും, ഫസ്റ്റ് സോങ്ങിലേക്കായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഏത് ഡേറ്റാ സ്ട്രക്ചർ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു മ്യൂസിക് സിസ്റ്റം നമ്മൾ വർക്ക് ചെയ്യേണ്ടത്. ദെൻ റൈറ്റ് ആഡ് ഓർ ഇൻസേർട്ട് ആൻഡ് റിമൂവ് അൽഗോരിതം ഫോർ ദ ഡേറ്റാ സ്ട്രക്ചർ. അൽഗോരിതം ഏതാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക, എന്നിട്ട് അതിനകത്ത് ആഡ് ഓർ റിമൂവ് ഓപ്പറേഷൻസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്.
അപ്പം നമ്മൾ കണ്ടപ്പോൾ ഒരു സർക്കുലർ മൂവ്മെൻ്റ് ആണ് ശരിക്കും ഈ ഒരു സ്ട്രക്ചർ വരുന്നത് അല്ലേ. അപ്പം എല്ലാ മ്യൂസിക് സിസ്റ്റത്തിനകത്ത് ഒരു റിപ്പീറ്റുള്ള ഓപ്ഷൻ ഉണ്ട്. റിപ്പീറ്റ് ചെയ്യുമ്പോൾ 5th നിൽക്കുവാണെങ്കിൽ നമ്മൾ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എങ്ങോട്ടേക്കായിരിക്കും? ഫസ്റ്റിലോട്ടായിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ വരുന്നതുകൊണ്ട് പുതിയ ഐറ്റം ആഡ് ചെയ്യുന്നത് എങ്ങോട്ടേക്കായിരിക്കും? ഫസ്റ്റ് ലൊക്കേഷനിലേക്കായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സർക്കുലർ ക്യൂ ആണ്. ആ സർക്കുലർ ക്യൂവിനകത്തോട്ട് നമുക്ക് ആഡ് ചെയ്യാനും അതുപോലെ തന്നെ അതേപോലെ തന്നെ ഡിലീറ്റ് ഓപ്പറേഷന് വേണ്ടിയിട്ടുള്ള അൽഗോരിതമാണ് നമുക്ക് എഴുതാനുള്ളത്. ഇതിപ്പോൾ ഒരു മ്യൂസിക് ഇതായതുകൊണ്ട് സർക്കുലർ ക്യൂവിൻ്റെ അറിയാമല്ലോ. റെയർ ഈസ് ഈക്വൽ ടു റെയർ പ്ലസ് 1 മോഡ് മാക്സ് സൈസ് ആണ്. ദെൻ ഡിലീറ്റ് ചെയ്യുന്ന സമയത്ത് ഫ്രണ്ട് ഈസ് ഈക്വൽ ടു ഫ്രണ്ട് പ്ലസ് 1 മോഡ് മാക്സ് സൈസ് ആണ്. ആ കാര്യം ഓർത്തിരുന്നാൽ മതി കേട്ടോ. അടുത്തതായിട്ട് ഒരു സ്മാർട്ട് വെയർ ഹൗസിൽ ക്യൂ മാനേജ്മെൻറ്റ് സിസ്റ്റം ഉണ്ട്. ഓർഗനൈസ് കണ്ടെയ്നേഴ്സ് ബിഫോർ ദേ ആർ ലോഡഡ് ഇൻ ദ ഡെലിവറി. നമ്മൾ ഡെലിവറി ട്രക്കിലോട്ട് ലോഡ് ചെയ്യുന്നതിന് മുന്നേ അവിടെ ഒരു ഓർഗനൈസിങ് സിസ്റ്റം ഉണ്ടെന്ന് പറഞ്ഞു. കണ്ടെയ്നേഴ്സ് മേ അറൈവ് ഫ്രം 2 ഡിഫറെൻറ്റ് കൺവെയർ ബെൽറ്റ്സ്, ഫ്രണ്ട് ആൻഡ് റെയർ, ബട്ട് ഡ്യൂ ടു സേഫ്റ്റി റെഗുലേഷൻസ് ലീവിങ് ഈസ് അലൗഡ് ഓൺലി ഫ്രം ദ ഫ്രണ്ട് എൻഡ്. അപ്പം വരുന്നത് നമുക്ക് 2 എൻഡിൽ കൂടെയും വരാം. അതേസമയം എക്സിറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എന്താണ്? ബട്ട് ഡ്യൂ ടു സേഫ്റ്റി ലീവിങ് ഈസ് അലൗഡ് ഓൺലി ഫ്രം ദ ഫ്രണ്ട് എൻഡ്. അപ്പം നമ്മൾ എക്സിറ്റ് ചെയ്യുന്നത് എന്താണ്? ഒരു എൻഡിൽ കൂടെ മാത്രമേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് ഇൻപുട്ട് റെസ്ട്രിക്റ്റഡ് അല്ല, ഔട്ട്പുട്ട് റെസ്ട്രിക്റ്റഡ് ആണ്. കണ്ടെയ്നേഴ്സ് മേ അറൈവ് ഫ്രം ഡിഫറെൻറ്റ് കൺവെയർ ബെൽറ്റ്സ്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? ഇൻപുട്ട് റെസ്ട്രിക്റ്റഡ് അല്ല, ഔട്ട്പുട്ട് റെസ്ട്രിക്റ്റഡ് ആണ് കേട്ടോ. ഔട്ട്പുട്ട് റെസ്ട്രിക്റ്റഡ് ആണ്. കണ്ടെയ്നേഴ്സ് നമുക്ക് 2 എൻഡ്സിൽ നിന്ന് നമുക്ക് ഇൻസേർട്ട് ചെയ്യാം, പക്ഷേ ഒരു എൻഡിൽ നിന്ന് മാത്രമേ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഡബ്ല്യു ലിങ്ക് ലിസ്റ്റിനകത്ത് ഏത് നേച്ചറാണ് ഔട്ട്പുട്ട് റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഒരു ക്യൂ ആണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് റെസ്ട്രിക്റ്റഡ് ആകുമ്പോഴേക്കും നമ്മൾ ഇൻപുട്ട് നമുക്ക് 2 നോഡ് വഴിയും ചെയ്യാം. എന്ത് വഴിയാണ്? ഫ്രണ്ട് എൻഡും വഴിയും ചെയ്യാം. ഇൻപുട്ട് നമുക്ക് ഫ്രണ്ട് എൻഡും വഴിയും ചെയ്യാം, റെയർ എൻഡ് വഴിയും ചെയ്യാം അല്ലേ. അപ്പം ഫ്രണ്ട് എൻഡ് വഴിയും റെയർ എൻഡ് വഴിയും നമുക്ക് എന്ത് ചെയ്യണം? ഇൻപുട്ട് ചെയ്യണം. അപ്പോൾ നോർമലി നമ്മൾ ഇൻപുട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന എൻഡ് ഇതാണ്, റെയർ എൻഡാണ്. അപ്പോൾ എന്ത് ചെയ്യണം? റെയർ പ്ലസ് 1 ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നോർമലി ചെയ്യുന്നത്. ഒരു സർക്കിൾ, ഇത് ഒരു ഡബ്ല്യു ലിങ്ക് ലിസ്റ്റാണ് അല്ലേ. റെയർ ഈസ് ഈക്വൽ ടു റെയർ പ്ലസ് 1 കൊടുക്കാം. അതേസമയം ഫ്രണ്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഫ്രണ്ട് നമ്മൾ യൂഷ്വലി ഇൻസേർഷന് വേണ്ടി യൂസ് ചെയ്യുന്നതല്ല. അപ്പോൾ നമുക്ക് എന്ത് കൊടുക്കാം? ഫ്രണ്ട് ഈസ് ഈക്വൽ ടു ഫ്രണ്ട് മൈനസ് 1 കൊടുക്കാം. ഓക്കെ. ദെൻ ഇവിടുത്തെ ഡിലീഷൻ ഓപ്പറേഷൻ ഫ്രണ്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ സർക്കുലർ ക്യൂവിൻ്റെ ഫ്രണ്ട് ഡിലീഷന് വേണ്ടി യൂസ് ചെയ്യുമ്പോൾ എന്താ? ഫ്രണ്ട് തന്നെയാണ് ഡിലീഷന് വേണ്ടി യൂസ് ചെയ്യുക. അതുകൊണ്ട് ഫ്രണ്ടിൻ്റെ വാല്യൂ എന്ത് കൊടുത്തു? ഫ്രണ്ട് പ്ലസ് 1 കൊടുത്തു. ഓക്കെ. ഇനി ഹോസ്പിറ്റൽ എമർജൻസിയുടെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അത് വേറൊരു ക്വസ്റ്റ്യനാണ്. ഹോസ്പിറ്റൽ എമർജൻസി റൂമിൽ പേഷ്യൻസ് ആർ അഡ്മിറ്റഡ് ബേസ്ഡ് ഓൺ അർജൻസി, ബട്ട് ദ അഡ്മിഷൻ പ്രോസസ് ഈസ് സെൻട്രലൈസ്ഡ് ത്രൂ എ സിംഗിൾ രജിസ്ട്രേഷൻ ഡെസ്ക്. ഒറ്റ സിംഗിൾ രജിസ്ട്രേഷൻ ഡെസ്കേ ഉള്ളൂ. ഇൻസേർഷൻ ഈസ് അലൗഡ് ഓൺലി അറ്റ് ദ റെയർ. However, depending on the severity of their conditions and availability of doctors, patients may be called either from the front or from the rear. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ടിന് നമുക്ക് 2 രീതിയിൽ, ഒന്നെങ്കിൽ ഫ്രണ്ടിൽ നിന്നോ അല്ലെങ്കിൽ റെയറിൽ നിന്ന് എടുക്കാം. അപ്പോൾ ഇവിടുത്തെ കേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻപുട്ടിനാണ് റെസ്ട്രിക്ഷൻ ഉള്ളത്. ഇൻപുട്ട് എപ്പോഴും എന്ത് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുന്നത്? ഫ്രം ദ റെയർ എൻഡാണ്. അപ്പം ബാക്കി ഔട്ട്പുട്ടിൻ്റെ കേസ് നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം കോണ്ടെക്സ്റ്റ് തന്നെയാണ്. നമുക്ക് ഔട്ട്പുട്ടിൽ നമുക്ക് ഫ്രണ്ട് യൂസ് ചെയ്യാം, റെയർ യൂസ് ചെയ്യാം. അപ്പോൾ ഔട്ട്പുട്ടിൽ സാധാരണ കാണാത്ത ആളാണ് ആരെന്ന് പറയുന്നത്? റെയർ എൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കൊടുക്കാം? റെയർ പ്ലസ് 1 കൊടുത്തിട്ട് വേണം, അല്ല റെയർ മൈനസ് 1 കൊടുത്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ. ഇനി നമ്മുടെ യൂഷ്വലി ഉള്ള അൽഗോരിതംസ് ആണ്. ദെൻ ഒരു റണ്ണിങ് ടൈം ഓഫ് ദ അൽഗോരിതം എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റും, പോളിനോമിയൽസിൻ്റെ അഡീഷൻ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും, എക്സ്പ്രഷൻ ഇവാലുവേഷൻ എങ്ങനെ ചെയ്യാൻ പറ്റും, ലീനിയർ സെർച്ച് അൽഗോരിതത്തിൻ്റെ ഇവാലുവേഷൻ ഓൾറെഡി നോട്ട് ഷെയർഡ് ആണ്. പിന്നെ ഈ പ്രോബ്ലംസ് അടുത്ത വീഡിയോയിൽ നോക്കാം.